2000 ആൾക്കുള്ള ഫുഡേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്പനിയിലെയും ടെക്സ്റ്റൈൽസിലെ എംപ്ലോയീസിനെ മൊത്തത്തിലാണ് ക്ഷണിച്ചത്. അത് ഇതിൽ കൂട്ടിയിട്ടില്ല. എന്താ കൂട്ടാഞ്ഞത്? അതോടെ കൂട്ടിക്കൊള്ളൂ. എക്സ്ട്രാ ഒരാൾക്ക് 800 രൂപ വെച്ച്, ടെക്സ്റ്റൈൽസിൽ 44 പേർക്ക് 35,200. ശരിയാണല്ലോ. നമ്മള് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ആൾക്കാരെ കൂട്ടിയില്ലേ? ഡ്രൈവർമാരും കണ്ടക്ടർമാരും പിന്നെ വർക്ക്ഷോപ്പിലെ പണിക്കാരൊക്കെ കൂടിയിട്ട് ഒരു 64 പേരുണ്ടാവട്ടാ. അപ്പൊ 64 × 800 51,200. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്ഥിരം സ്റ്റാഫായിട്ട് 24 പേരും ഉണ്ട്. ഇതൊക്കെ നേരത്തെ നോക്കണ്ടേ? 24 × 800 19,200 പ്ലസ് 35,200 പ്ലസ് 51,200 1,05,600. സാറ് രജനി അതിന്റെ യന്ത്രം കണ്ടിട്ടുണ്ടോ? ഇതിന് എന്തിനൊന്നും ആവണ്ട. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനക്കണക്കാ. ഇനി എഴുന്നേറ്റോ. ഡോക്ടറെ, ഈ കൾപ്പൽ ടണൽ സിൻഡ്രം തൈറോയ്ഡ് കുറയുമ്പോഴും വരുമെന്നാണല്ലോ വിക്കിപീഡിയ പറയുന്നത്. ആണോ? അപ്പൊ കറക്റ്റ് ആയിരിക്കും. വിക്കിപീഡിയ അങ്ങനെ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഒന്ന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാല്ലേ? അതിനെന്താ, ചെയ്യാലോ. നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ലാഭല്ലേ ഉള്ളേ. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കണോ? അതിനെപ്പറ്റി വിക്കിപീഡിയ ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, അതിൽ ചില മരുന്നുകൾ പറയുന്നുണ്ട്. ഉവ്വോ. അപ്പൊ ആദ്യം വിക്കിപീഡിയ പറഞ്ഞോലെ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഞാനും വിക്കിപീഡിയ കയറി നോക്കാം. ഒരു മിനിറ്റ്. റിസൾട്ട് വരുമ്പോഴേക്കും കഴിക്കാനേ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും പെയിൻ കില്ലറും എഴുതിത്തരാം. അത് വേണോ? പിന്നെ വേണം. അത് ഈ ഫാർമസിയിൽ തന്നെ വാങ്ങേണ്ടി വരുമല്ലേ? അതെ, ഇവിടെ ആകുമ്പോൾ നല്ല ഒറിജിനൽ മെഡിസിൻ കിട്ടും. ഈ ഹോസ്പിറ്റൽ സാറിന്റെ ഫാദറിലോ ഡോക്ടർ കുര്യാക്കോസിൻ്റെതല്ലേ? യെസ്. ആയിക്കോട്ടെ. പേഷ്യൻസ് കഴിഞ്ഞു. പുറത്ത് ഇനി ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇത് പേഷ്യൻസ് അല്ല, സാറിനെ കാണാൻ വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാ. ആണോ? വേഗം വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. അൽഫോൺസ് ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ബ്രോക്കർമാർ കയറിയിട്ടുണ്ട്. ഓ, നാളെ പെങ്ങളുടെ കല്യാണമാണെന്നൊരു വിചാരമില്ല. ഈ റോഡിനുള്ള സ്ഥലം വിട്ടാ 40 ക്ലീൻ പ്ലോട്ട്സ് കിട്ടും. അതിൽ 10 എണ്ണം ഞാൻ വിൽക്കാം. ഡോക്ടർക്ക് എത്ര എണ്ണം വിൽക്കാൻ പറ്റും? ഒരു 10 എണ്ണം ഞാനും കാച്ചാം. അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞോലെ നാളെ പെങ്ങടെ കല്യാണം. ലേറ്റ് ആയതിന്റെ ചൂടില്ല. പെങ്ങളുടെ കല്യാണത്തിനപ്പോ ഞങ്ങളെ ക്ഷണിക്കുന്നില്ല സാറേ? അയ്യോ, ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. സോറി കേട്ടോ. കാണാം. നമ്മുടെ വിൻസെന്റിന്റെ വിത്ത മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ല. വേഗം വാ അൽഫി. നീ ഇങ്ങനെ കിടന്ന് പെടക്കല്ലേ? അവിടെ അപ്പനും ജോമോനും ഒക്കെ ഇല്ലേ? നല്ല മോനാ ജോമോൻ. എന്തും കയറി അങ്ങ് ഏറ്റോളൂ. എന്നിട്ടോ ഇന്നലെ പോയതാ കോയമ്പത്തൂർക്ക്, ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ ബാക്കി ബെസ്റ്റ് ഫാമിലി. പെണങ്ങല്ലേടിയോ? കൊഞ്ചാതെ വേഗം വണ്ടി എടുക്ക അൽഫി. ഞാൻ ഉത്സാഹിച്ചില്ല എന്നല്ലേ നിങ്ങളുടെ പെങ്ങന്മാര് കരുതുവാ? എല്ലാ ഡിസൈൻസും നന്നായിട്ടുണ്ടല്ലേ? ഇത് നല്ല എലഗന്റ് ആയിട്ടുണ്ടല്ലോ. ഈ സാരി അസലായിട്ടുണ്ട്. ടെസ്സിക്ക് നന്നായി ചേരും. നാളെ പള്ളിയിൽ നിന്ന് വന്ന റിസപ്ഷൻ വേറെ ഡ്രസ്സാ. അത് കോയമ്പത്തൂര് സ്പെഷ്യൽ വർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കാ. ജോമ വരുമ്പോ കൊണ്ടുവരും. ഉണ്ടല്ലോ. നോയലും നോറയും അതിന് നനയ്ക്കാനിട്ട പാന്റിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രോയിൽ ഇട്ടിട്ടുണ്ട്. ഏത് ഡ്രോയില്? നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഡ്രോയില്. അവിടെ ഞാൻ നോക്കി കാണുന്നില്ല. ഒന്നേ നിർത്തി കൊടുക്കടി, നിന്റെ കിട്ടിയാണല്ലേ. നീ ഒന്ന് പിടിച്ചേ ഇവിടെ. വരുന്നേ.